السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, പ്രിയപ്പെട്ട SKSSF മീഡിയ ഗ്രൂപ്പ് അംഗങ്ങളെ, നമ്മുടെ ഈ മീഡിയ ഗ്രൂപ്പുകളൊക്കെ വളരെ നല്ല സത്യസന്ധമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനെയും അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിനെ ചുക്കാൻ പിടിക്കുന്ന അഡ്മിൻസുകൾ. അല്ലാഹു തആല നമ്മിൽ നിന്നെല്ലാം സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെക്കുറിച്ച് ഇന്ന് ജനങ്ങൾ അല്ലെങ്കിൽ നാം പ്രചരിപ്പിക്കാതെ തന്നെ സ്വയം മനസ്സിലാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് ഈ ഭൂമി ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രചരിപ്പിക്കാൻ കണ്ട മാധ്യമം അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധന്മാരായ പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ അവസാനത്തെ കണ്ണിയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച ലക്ഷക്കണക്കിന് വരുന്ന സഹാബാക്കൾ, ആ സഹാബാക്കൾ വ്യത്യസ്ത വിവിധ രാജ്യങ്ങളിൽ പോയി പരിശുദ്ധ ദീൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരുപാട് ആളുകൾ ദീൻ ഇസ്ലാമിനെ അമ്മാനമാടാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. അത് അപ്പോൾ തന്നെ വളരെ ശക്തമായ രീതിയിൽ അതിനെ എതിർക്കപ്പെടുകയും ദീനുൽ ഇസ്ലാമിൻ്റെ സത്യസുന്ദരമായ ആ മുഖച്ഛായ ഇവിടെ നിലനിർത്തിപ്പോരുകയും ചെയ്തിരുന്നു. സക്കാത്ത് നിഷേധികളായി വന്ന അവരോട് യുദ്ധം വരെ ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്, അതുപോലെ തന്നെ ഖവാരിജുകൾ എന്നറിയപ്പെടുന്ന പുത്തനാശയക്കാർ മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. ഇങ്ങനെ തുടർന്ന് ഇങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടത് മഹാന്മാർ മാത്രമാണ്. അർഹതയില്ലാത്തവർ, എത്ര അറിവുണ്ടായാലും അതിന് അർഹതയില്ലാത്തവരുടെ കയ്യിൽ അല്ലാഹു അവൻ്റെ ദീനിനെ കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ കേരളക്കരയിൽ, ഇന്ത്യ രാജ്യത്ത് കേരളക്കരയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് തന്നെ ദീനുൽ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അതുകൊണ്ടാണ് അവരാണ് ഇവിടെ ദീൻ പ്രചരിപ്പിച്ചത്. വിശാലമായ ചരിത്രങ്ങളും മറ്റുമായതുകൊണ്ട് സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഞാൻ ഒരു കാര്യവും വിശാലമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ അവരിലൂടെ പ്രചരിച്ച ആ ദീനുൽ ഇസ്ലാം പിന്നീട് കൈമാറി എല്ലാം ആ കൈമാറപ്പെട്ടവരൊക്കെയും പരിശോധിച്ചാൽ എല്ലാം മഹാന്മാരാണ്, മഹത്തുക്കളാണ്, പരിശുദ്ധാത്മാക്കളാണ്. ആനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും അതുപോലെ തന്നെ മമ്പുറം സയ്യിദ് അലവി തങ്ങളും ഇതുപോലത്തെ മഹാന്മാർ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇവിടെ കൈകാര്യം ചെയ്തു. അതിലൂടെ കൈമാറി വന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിത മഹത്തുക്കളിലേക്ക് അത് എത്തിച്ചെന്നു. അതിനിടയിൽ ഒരുപാട് അപശബ്ദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിക്കാണും. എല്ലാം അവർ അതിൻ്റെതായ രീതിയിൽ ദീനുൽ ഇസ്ലാമിന് നേരെ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ ശക്തിയുക്തം അതിനെ എതിർത്തുകൊണ്ട് പരാജയപ്പെടുത്തുകയും എന്നിട്ട് ദീനുൽ ഇസ്ലാമിനെ ഇവിടെ വളരെ വിശാലമായി ജനങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് 921 ശേഷമാണ് വഹാബിയൻ ചിന്താഗതിക്കാരും സലഫി ആശയക്കാരും
ഇവിടെ തലപൊക്കുന്നത്. അന്ന് വരെ മുസ്ലിം പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ആ പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് അവസാന വാക്കായി കണ്ടിട്ട് ജനങ്ങൾ പ്രവർത്തിച്ചു പോന്നിരുന്ന പല കാര്യങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് പലതും ശിർക്കും ബിദ്അത്തുമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു ദയനീയമായ അവസ്ഥ നാടെങ്ങും പരക്കുകയുണ്ടായി. സംഘടിതമായി തന്നെ, സംഘടനാ ശക്തിയോടുകൂടി തന്നെ, സംഘടന ഉണ്ടാക്കി തന്നെ അതിന് അവർ രംഗത്ത് വന്നു. ഖുത്ബ, അറബി ഭാഷയിലുള്ള ഖുത്ബ, അന്നതുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ അത് മലയാളത്തിലാക്കണമെന്ന്, ഇതൊക്കെ പിൽക്കാലത്തുണ്ടായതായ അർത്ഥശബ്ദങ്ങളാണ്. അതുപോലെ തന്നെ ജുമുഅ, സ്ത്രീ പള്ളി പ്രവേശനം, അതുപോലെ തന്നെ ഖബർ സിയാറത്ത്, മഹാന്മാരുടെ അടുക്കൽ പോയി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കൽ, ഇതിനൊക്കെ ശിർക്ക് എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണം നടത്തിയിട്ട് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു വഴിപിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ അന്നത്തെ ദീർഘദൃഷ്ടിയുള്ള പണ്ഡിതന്മാർ ഇത് ആലോചിക്കുകയും ഇങ്ങനെ പോയാൽ നമ്മുടെ സമുദായം ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗത്തിൽ തെറ്റിപ്പോകുമെന്ന് മനസ്സിലാക്കി അവർ സംഘടിച്ചു രൂപീകരിച്ച ഒരു സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ ലക്ഷ്യം അതായിരുന്നു, ദീനുൽ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിനും പ്രചാരണത്തിനും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അന്നതിൻ്റെ തലപ്പത്ത് സ്ഥാപക നേതാവായി വന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. മഹാനവറുകളാണത് നയിച്ചു പോന്നിരുന്നത്. 40 അംഗ സമിതിയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരൊക്കെയും അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവരും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചു പോന്നവരും സയ്യിദുമാരും സൂഫിവര്യന്മാരുമായിരുന്നു. അവർ വളരെ സുന്ദരമായി ഇവിടെ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രചരണത്തിനും ജനങ്ങൾ പഠിക്കുന്നതിനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അവർ സമസ്ത അഥവാ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ വശം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ നാടുനീളെ നടന്നത് എങ്ങനെയായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അവർ എന്തെല്ലാം ചെയ്തു. മദ്രസ പ്രസ്ഥാനം തന്നെ ഏറ്റവും വലിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന ഒരു സമിതി തന്നെ അതിനുണ്ട്. ഏറ്റവും വലിയ പ്രവർത്തനം അത് തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. അപ്പോഴൊക്കെ അവർ ആ പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് കാൽനടയായിട്ട് കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം നടന്നു പോയിട്ടായിരുന്നു അവർ നാടിൻ്റെ മുക്കിലും മൂലയിലും പീടികത്തിണ്ണയിലും ബസ് സ്റ്റാൻഡുകളിലും വരെ കിടന്നുറങ്ങി നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നടന്ന് ക്ഷീണിച്ച് അവശനായി ഭക്ഷണം വെള്ളം ഒന്നും കൂട്ടാക്കാതെ കണ്ട് ബിദഅത്തുകാരുടെ ചീട്ട് കൊട്ടാരങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ അവർ കച്ചകെട്ടി രംഗത്തിറങ്ങി എന്ന് പറയുന്ന വാക്ക് തീർത്തും അതിന് അനുയോജ്യമാണ്. അത്രയും രംഗത്തിറങ്ങിയ ഒരു കാലമായിരുന്നു. വാഹനമില്ല, അഥവാ ഏതെങ്കിലും കണ്ണിൽ കണ്ട വാഹനങ്ങൾ കൈകാട്ടി നിർത്തിയാൽ അതിൽ പോകും, ഇല്ലെങ്കിൽ നടന്നു പോകും. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ സഹിച്ച് അവശരായി ദീനിന് വേണ്ടി നാടിൻ്റെ നാനാ ദിക്കുകളിലേക്കും അവർ എത്തിച്ചേർന്നു. അതിൻ്റെ സന്ദേശം, സുന്നത്ത് ജമാഅത്തിൻ്റെ സന്ദേശം നാടിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും പ്രചരിച്ചു. അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം, മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളും മറ്റുമായി വലിയ ഒരു സ്ഥാപനമായി മാറി നമ്മുടെ മദ്രസ സംവിധാനം. ഒരുപാട് ഇതെല്ലാം ദിവസേന രാവിലെ ഫാത്തിഹ കൊണ്ട് തുടങ്ങി അവസാനം സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റൗള ഷരീഫയിലേക്ക് ഒഴുകുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ലക്ഷക്കണക്കിന് സ്വലത്തുകളാണ്. ഇങ്ങനെയുള്ളൊരു പുണ്യകർമ്മം മാത്രമല്ല, അന്നൊക്കെ വീടുകളിലായിരുന്നു. ഒരു വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ ആർക്കെങ്കിലും കൂടുതൽ കൂട്ടത്തിൽ വിവരമുള്ളവർ ഓതി പഠിക്കുന്ന ഒരു കാലമായിരുന്നു. അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ മദ്രസ ഒരല്പസമയം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അന്ന് നമ്മുടെ ദീനിൻ്റെ പ്രഥമ പഠനം നടത്തിയിരുന്നത്, പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായിക്കൊണ്ട് എല്ലായിടത്തും ഒരേ സിലബസിൽ
ഒരുപോലത്തെ കിതാബ് ഉസ്താദ്മാരെ വെച്ച് പഠിപ്പിക്കുന്ന രീതിയെന്ന് വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ തന്നു തുടങ്ങി വെച്ചു. ഇന്നിതാ 10,000-ഓളം മദ്രസകൾക്ക് ചുക്കാൻ പിടിക്കുന്നു നമ്മുടെ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനം. അതുപോലെ തന്നെ ആ കാലത്തൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ പുത്തനാശയക്കാർ ഒരുപാട് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ അവനിഷ്ടപ്പെട്ട മഹാന്മാരുടെ കയ്യിലൂടെ മാത്രമേ പ്രചരിപ്പിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിത പ്രസ്ഥാനം ഒരുപാട് കീഴ്ഘടകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, അതുപോലെ തന്നെ അധ്യാപകർക്ക് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, അതുപോലെ തന്നെ പിന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി SKSSF സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതുപോലെ മഹല്ലുകളുടെ പിന്നെ ഐക്യത്തിനും പിന്നെ മഹല്ലുകളുടെ ഉന്നമനത്തിനും വേണ്ടി SMF സുന്നി മഹല്ല് ഫെഡറേഷൻ, അതുപോലെ ബഹുജന സംഘടനയായ സുന്നി യുവജന സംഘം, അതുപോലെ തന്നെ കുരുന്നു മക്കൾക്ക് സുന്നി ബാലവേദി എന്ന SBV, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ അതിൻ്റെ നല്ല പിന്നെ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല അതുപോലെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ സുന്നിയക്കാർ, അതുപോലെ തന്നെ സത്യധാര, അതുപോലെ തന്നെ അൽ മുഅല്ലിം, അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കുരുന്നുകൾ, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട്, ഇന്ന് പത്രവും സുപ്രഭാതം എന്ന പത്രവും, ഇങ്ങനെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങളാലും മറ്റുമായി ഇവിടെ നമ്മുടെ സംഘടന വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റപ്പെട്ട വിഖായ വളണ്ടിയർമാരുടെ 25,000 വളണ്ടിയർമാരെ ഇക്കഴിഞ്ഞ സമ്മേളനത്തോടു കൂടി പിന്നെ SKSF സമ്മേളനത്തോടു കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. ആ വളണ്ടിയർമാർ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും അതുപോലെ തന്നെ മറ്റെല്ലാ സഹായ ത്തിനുള്ള സാന്നിധ്യങ്ങളായിട്ടും അവർ പിന്നെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മക്കയിൽ ഇപ്രാവശ്യം ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായ ദുരന്തം. ആ ദുരന്തങ്ങളുടെ അവരുടെ ജീവകാരുണ്യം പ്രവർത്തനത്തിന് നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വിഖായ വളണ്ടിയർമാർ സജീവമാണെന്ന് മാത്രമല്ല അവിടുത്തെ ഉന്നതാധികാരികളിൽ നിന്നും സൗദി അറേബ്യയിലെ ഉന്നതാധികാരികളിൽ നിന്നും അവർ പ്രത്യേക സർട്ടിഫിക്കറ്റ് വാങ്ങുകയുണ്ടായി. ഇങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ ഈ സംഘടന വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പിന്നെ അതുപോലെ തന്നെ ട്രെൻഡ്, അതുപോലെ തന്നെ വിഖായ സഹചാരി, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ സഹായങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങളാൽ SKSFൻ്റെ പ്രവർത്തനങ്ങളാൽ ഒരുപാട് ആശ്രിതർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഞാൻ ചുരുക്കി പറയാണ്, ഒരുപാട് അതിനൊക്കെ വിശദീകരിച്ച് പറയാനുണ്ട്. നമ്മുടെ എല്ലാ മേഖലകളിലും സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഈ സംഘടന മഹത്തായ സേവനം നടത്തി വരികയാണ്. ഓരോ മഹല്ലുകളിലും ഓരോ മദ്രസകളിലും അവിടെയുള്ള ദീനിന് വേണ്ടിയുള്ള എല്ലാ പ്രചാരണത്തിലും അവർ മുൻകൈയെടുത്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചു പോരുകയാണ്. ആ ഇടയ്ക്ക് 989 ശേഷം ചില അപശബ്ദങ്ങൾ കേട്ടു. അതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ദീന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാന്മാരിലൂടെ കൈമാറി അവസാനം റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ഷംസുൽ ഇക്ക ഉസ്താദിൻ്റെയും കയ്യിൽ നമ്മുടെ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം വന്നുവിട്ടപ്പോൾ തീർച്ചയായിട്ടും അവർ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് അതിനെതിരെ ചില ആളുകൾ, സ്വന്തം ശിഷ്യന്മാർ തന്നെ അവർക്കെതിരെ തിരിയുകയും സ്വന്തം ഉസ്താദിൻ്റെ ഉസ്താദൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ, കണ്ണിയത്ത് ഉസ്താദും ഷംസുല്ലമയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്കെതിരെ സംഘടനകൾ ഉണ്ടാക്കി സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങളാണ് സമസ്ത എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഒരു കൂട്ടം രംഗത്തിറങ്ങി. അതായത് തുറന്നു പറഞ്ഞാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ആ നേതൃത്വത്തിലായിരുന്നു അങ്ങനെയുള്ള ഒരു സംഘടന രൂപം നൽകിയത്. അങ്ങനെ അവർ സമസ്ത എന്ന
ലേബലിൽ പ്രവർത്തിച്ചു. ഞങ്ങളാണ് സമസ്തക്കാരെന്ന് ജനങ്ങളുടെ മുമ്പിൽ പല കള്ളപ്രചരണങ്ങളും നടത്തി അവർ സമസ്തയെ ഇവിടെ ഇല്ലാണ്ടാക്കാനും മറ്റുള്ളവർക്ക് ഒറ്റിക്കൊടുക്കാനും അവർ അന്നു തൊട്ടേ പ്രവർത്തിച്ചു പോന്നിരുന്നു. എന്നാൽ നമുക്കറിയാം ഇവർ ചെയ്ത പ്രവർത്തനം എന്ത് എന്ന്. നാം പഴയ കാലങ്ങളിൽ തന്നെ ഒരുപാട് പള്ളികളും മദ്രസകളും കെട്ടിപ്പടുക്കപ്പെട്ട് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു മദ്രസയുള്ളിടത്ത് തൊട്ടടുത്തൊരു മദ്രസ, ഒരു ഉള്ളിടത്ത് തൊട്ടടുത്തൊരു പള്ളി, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് അവർ ഈ സമുദായത്തിനെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നല്ലാതെ അവർ ഒന്നും ഒരു ചുക്കും ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിൽ അതിൻ്റെ പേരിൽ സമ്പത്ത് ജമാഅത്തായിട്ടാണ് അവർ പിന്നീട് പരിണമിച്ചത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ അവർ ഒരുക്കമായി. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന് പറയപ്പെടുന്ന ഒരു മുടി, ബോംബെ തെരുവിൽ നിന്നും കൊണ്ടുവരപ്പെട്ട മുടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ പഞ്ചിച്ച് അവരിൽ നിന്ന് ഒരുപാട് പണങ്ങൾ പിരിച്ചെടുത്ത് കീശ വീർപ്പിച്ചതായ ഒരു രംഗം. അപ്പോൾ സമ്പത്ത് ജമാഅത്ത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് അതിൻ്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സംഘടനകളുണ്ടായി, ഒരുപാട് സംവാദങ്ങളുണ്ടായി, ഒക്കെ ഉണ്ടായി. ഇങ്ങനെ സമുദായത്തിൻ്റെ എല്ലാ കാശുകളെയും തെരുവിലൊഴുക്കാൻ വേണ്ടി പ്രേരക ശക്തിയായി വളർന്ന ഒരു സംഘമാണ്, ഒരു സംഘടനയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടന എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ആണെന്ന് തെളിയിക്കപ്പെടാൻ കഴിയാതെ വരുമ്പോൾ, അവരുടെ മർക്കസിൽ സൂക്ഷിച്ചതായ മുടിക്ക് നിഴലുണ്ടെന്ന് വരുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാകാമെന്ന് അവരുടെ മുതിർന്ന ഒരു മുസ്ലിയാർ പ്രസംഗിച്ചതായി നമുക്ക് നാം എല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. മാത്രമല്ല അവർ പറഞ്ഞത് ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് ഹദീസുകളെയും ചരിത്രങ്ങളെയും വളച്ചൊടിക്കുന്നതായ ഒരവസ്ഥ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടാകാമെന്നും, അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് അത് വഫാത്തോടു കൂടി മുറിഞ്ഞുപോയെന്നും. ഇങ്ങനെ പുത്തനാശയങ്ങളിലേക്ക് ജനങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതായ ഒരു പ്രവർത്തന ശൈലിയാണ് പിന്നീട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്നത് എന്ന് നാം വളരെ പച്ചയായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. എന്തുമാവട്ടെ, ഇതൊക്കെ അനുഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അള്ളാഹു ഇഷ്ടപ്പെട്ട പണ്ഡിതന്മാരായ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനെ പോലത്തവരുടെ ശാപവാക്കുകൾ അവരെ തലക്ക് മുകളിൽ എന്നും തൂങ്ങിക്കിടക്കുകയാണ്. അള്ളാഹുവെ, സമസ്തക്കെതിരെ കേസ് കൊടുത്തവരെ നീ മുഖം കെടുത്തണമേ എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പണ്ട് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ മുഖം കെടലിൻ്റെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പണ്ഡിതന്മാരെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അടുത്തുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ജീവിതത്തിൻ്റെ ആ ലാളിത്യം, ആ വിനയത്വം, അവർ എങ്ങനെ ജീവിക്കുന്നു നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനം ഇപ്പോൾ മഹാനായ കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ്, ഇവരിലേക്കൊക്കെ നോക്കൂ. അവർ അങ്ങാടികളിൽ സാധാരണ ജനങ്ങൾ നടന്നു പോകും പോലെ നടക്കുന്നു, മാർക്കറ്റിങ്ങിന് പോകുന്നു, അവർ മീൻ വാങ്ങാൻ പോകുന്നു. എല്ലാം ഒരു സാധാരണത്വമാണ് അവരുടെ ജീവിതശൈലിയിൽ, വസ്ത്രധാരണയിൽ, യാത്രയിൽ, വാഹനങ്ങളിലൊക്കെയും സാധാരണത്വം മാത്രമാണ്. വളരെ വിനയത്തോടുകൂടി ഈ സമുദായത്തെ ഒരുപാട് നയിക്കുന്ന വലിയ മഹൽ വ്യക്തിത്വങ്ങളാണ് അവർ. മാത്രമല്ല സമസ്തയുടെ പണ്ഡിതന്മാർ, മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിയുറച്ച ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവർത്തന രംഗത്ത് വളരെ തഖ്വയോടുകൂടി പ്രവർത്തിച്ചവരാണെന്നും അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളാണെന്നും യഥാർത്ഥ ദീനിൻ്റെ വക്താക്കളാണെന്നും മനസ്സിലാക്കുന്ന, തെളിയിച്ചു തരുന്ന അവരുടെയൊക്കെ മരണം നമ്മെ ചിന്തിപ്പിക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വളരെ ഉച്ചസ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് കലിമത്തു തൗഹീദോടു കൂടി മരണപ്പെട്ടു പോയവരാണ് നമ്മുടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരൊക്കെ. അവസാനം മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ, അതുപോലെ തന്നെ റഈസുൽ ഉലമ കാടമ്പാടി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ സമസ്തയുടെ പണ്ഡിതന്മാർ, കെ ടി മാനു മുസ്ലിം, ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പറഞ്ഞു മരിച്ചവരാണ്.
അതുകൊണ്ട് തന്നെ അവരുടെ പാത വളരെ സത്യസന്ധമാണെന്ന് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും ചിന്തിക്കുക, പ്രവർത്തനങ്ങൾ നമുക്ക് ദൂരെ നിന്ന് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അവരും നമ്മിലും തമ്മിലുള്ള വ്യത്യാസം. വലിയ ചുംബികളായ കൊട്ടാരങ്ങളില്ല, അതുപോലെ തന്നെ ആഡംബര വാഹനങ്ങളില്ല. ഇതൊന്നുമില്ലാതെ വളരെ ലാളിത്യം. എന്തുകൊണ്ട്? അവർക്ക് കഴിയാഞ്ഞിട്ടല്ല. അവർക്ക് ആഡംബര വാഹനം വേണമെന്ന് വിചാരിച്ചാൽ ഒരു ചെറിയൊരു മെസ്സേജ് വിട്ടാൽ മതി. അവർക്ക് എങ്ങനെയുള്ള വാഹനമെങ്കിലും വേണമെങ്കിലും അവർക്ക് തീർച്ചയായിട്ടും സ്വരൂപിക്കാൻ കഴിയും. പക്ഷെ അവർ അത് ഇഷ്ടപ്പെടുന്നില്ല. മഹാനായ കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റ് ആയപ്പോൾ ബഹുമാനപ്പെട്ടവർ വളരെ അവശനാണ്, പ്രായം കൊണ്ടും മറ്റും അവശനാണ്. എന്നിട്ടും സമസ്ത ഒരു തീരുമാനത്തിലെത്താൻ പോവുകയാണ്. അതായത് ഉസ്താദ് അവർക്ക് ഒരു കാറ് നമുക്ക് വാങ്ങിക്കൊടുക്കാമെന്ന്. പക്ഷെ ആ സമയത്ത് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ കാറ് എനിക്ക് വാങ്ങിത്തരികയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് രാജിവെക്കാൻ പോവുകയാണ് എന്നാണ്. കാരണം അത്രത്തോളം സുഖം ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്. ഇങ്ങനെ നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും സൂക്ഷ്മാലുക്കളും ഒരുപാടുണ്ട് ഓരോരുത്തരെ പറ്റി പറയാൻ. ഈ സമയം അതിന് ഉചിതമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരിലേക്ക് ഇറങ്ങി നാം മനസ്സിലാക്കുക, അവരുടെ സാമീപ്യം കരസ്ഥമാക്കിയിട്ട് അവരോട് അടുപ്പം കാണിച്ചിട്ട് അവരിലേക്ക് ഇറങ്ങി നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരും മറുവിഭാഗത്തിന്റെ പണ്ഡിതന്മാരും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് കാണാൻ സാധിക്കും. സുന്നത്ത് ജമാഅത്ത് ഒരുപാട് പ്രസംഗിച്ച വേദികളിൽ തിളങ്ങി നിന്ന ഒരുപാട് മറുഭാഗത്തുള്ള പണ്ഡിതന്മാർക്ക് ഇന്ന് വേദിയിൽ കയറാൻ തന്നെ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങിയിരിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സത്യവും അസത്യവും നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ അവരുടെ പണ്ഡിതന്മാരിലേക്കും നിഷ്പക്ഷ ബുദ്ധിയ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അവസാനം ഒരു സംഘടനയുമായി KMJ കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുമായി ഇദ്ദേഹം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം വളരെ പരാമർശിക്കുന്ന കാര്യം, ഇതൊരു രാഷ്ട്രീയ സംഘടനയല്ല, പക്ഷെ വേണ്ടി വന്നാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തും. ഇങ്ങനെയുള്ള ഇത്തരം ജനങ്ങളെ കഴുതുകളാക്കുന്ന പ്രസ്താവനകൾ ഇറക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ട് ഇത്തരം ഒരു സംഘടന ഇവിടെ ഉണ്ടാക്കി ഇരിക്കുകയാണ്. എന്തുമാവട്ടെ, മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. അല്ലാതെ ഒരു സംഘടന ഉണ്ടാകുമ്പോൾ ആ സംഘടനയെ മുസ്ലിങ്ങളുടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മുസ്ലിം ലീഗിനെ പോലത്തെ ഇവിടെ സംഘടനകൾ, രാഷ്ട്രീയ സംഘടന ഉണ്ടാകുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയാണെങ്കിൽ അത് സ്വയം തകരുകയുള്ളൂ. കാരണം ചരിത്രം പരിശോധിച്ചാൽ ലീഗിനെതിരെ ആരെല്ലാം വാളോങ്ങിയിട്ടുണ്ടോ അവരുടെയൊക്കെ വാളുകൾ അറിയാതെ താഴെ വീണുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ സംഘടനക്ക് ഒരിക്കലും നിലനിൽപ്പുണ്ടാവൂല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു മതസംഘടനയല്ല. മതസംഘടന അല്ലെങ്കിൽ എന്താണ്? മതസംഘടന അല്ലെങ്കിൽ എന്താണ്? നിലവിലുള്ള മതസംഘടന ആ മതസംഘടനയാണെങ്കിലോ നിലവിലുള്ള മതസംഘടനയെ പറ്റി അവർക്ക് എന്താ പറയാനുള്ളത്? കാരണം ഒരുപാട് സംഘടനകളുണ്ട്. ഇതൊരു ബഹുജന സംഘടനയാണെന്ന് പറയുന്നത്. ബഹുജന സംഘടനയാണല്ലോ SVS. SVS ബഹുജന സംഘടനയാണ്. അപ്പോൾ അതിന്റെ അവസ്ഥ എന്ത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ബഹുജന സംഘടന എന്ന് പറയുമ്പോൾ സുന്നി യുവജന സംഘം അവർ കൊട്ടിഘോഷിച്ച് ഒരുപാട് സമ്മേളനങ്ങളൊക്കെ കഴിച്ച ഒരു ഇതുണ്ടായല്ലോ. അപ്പോൾ ഈ സുന്നി യുവജന സംഘം അവരിന്ന് അകന്നുപോയോ? അല്ല, സുന്നി യുവജന സംഘത്തിന്റെ ആളുകള് കാന്തപുരത്തിനെ അകറ്റുകയാണോ? അല്ല, അവർക്ക് അങ്ങനെയാണോ ഈ സംഘടന ഉണ്ടാക്കിയതൊന്നും മനസ്സിലാകുന്നില്ല. ഒരു യുവജന സംഘടന ഉണ്ടാകുമ്പോൾ, ഒരു ബഹുജന സംഘടന ഉണ്ടാകുമ്പോൾ മറ്റൊരു ബഹുജന സംഘടന, ഇങ്ങനെയാണ് അവരുടെ പ്രവർത്തന രീതികൾ. ജനങ്ങളെ കഴുതുകളാക്കിയാണ്. മഹാനായ ശംസുലുലമ പറഞ്ഞതുപോലെ, തീർച്ചയായിട്ടും ശംസുലുലമ പറഞ്ഞതാണല്ലോ, ജനങ്ങളെല്ലാം കഴുതുകളല്ല, അല്പം കഴുതുകളുണ്ട്, അത് അവൻ കൂടെയുണ്ട് എന്ന്. ആ രീതിയിലേക്കാണ് പോകുന്നത്. ഏതായാലും ഇദ്ദേഹം സംഘടന ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഭാവി പ്രവർത്തനം കണ്ടുകൊണ്ട് ഒരുപാട് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരിൽ പലരും ഇനിയും വേദി നിന്ന് രാജിവെച്ച് തീർച്ചയായിട്ടും സമസ്ത മഹിതമായ
മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും എന്നാ മനസ്സിലാക്കണം. മറ്റൊന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒരു കുടക്കീഴിലാക്കാനാണെന്നാണ്. മുസ്ലിങ്ങളെല്ലാം ഒരു കുടക്കീഴിലായി ഐക്യത്തോടെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സൗഹാർദ്ദമാണ്, ഐക്യമാണ് എന്നൊക്കെ പറയുന്നു. എങ്കിൽ ഈ വിഭാഗത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സംഘടനയിൽ ഇങ്ങനെയുള്ള സംഘടന ഇപ്പോൾ ആവശ്യമാണെന്ന് പറയുമ്പോൾ, പണ്ട് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി മഹാനായ ശംസുൽ ഉലമ നേതൃത്വത്തിലെ മുതലക്കുളത്ത് വെച്ച് ഒരു വലിയ സമ്മേളനം നടന്നു. എന്താണ് സമ്മേളനത്തിൽ എല്ലാ വിഭാഗത്തെയും ചേർത്ത് മുസ്ലിം സംഘടനകൾ, മുജാഹിദ്, സുന്നി, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും സമ്മേളിച്ച ഒരു പരിപാടിയായിരുന്നു, സമ്മേളനമായിരുന്നു അത്. അവിടെ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമ അവിടെ വേദി പങ്കിട്ടു. അതായത് പുത്തനാശയക്കാര്, പുത്തൻവാദികളുള്ള സ്റ്റേജിൽ അതായത് വേദി പങ്കിട്ടു എന്ന് കാരണം കൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത്, സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് ബദൽ സംഘടന ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നാട് നീളെ പ്രസംഗിച്ച് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയെ കരിവാരി തേച്ചതായ ആ സന്ദർഭം നിങ്ങൾ മറന്നുപോയോ എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട്. അന്ന് അവർ പ്രസംഗിച്ച് നടന്നതൊക്കെയും അങ്ങനെയായിരുന്നു. മഹാനായ ശംസുൽ ഉലമ മുത്തനാശയക്കാരുള്ള സ്റ്റേജിൽ ഇരുന്നു, സ്റ്റേജ് പങ്കിട്ടു അവരുമായിട്ട് എന്ന് പറഞ്ഞിട്ട് ശംസുല്ലമയെ ഒരു അർദ്ധസുന്നിയാക്കിയിട്ട് ചിത്രീകരിച്ചായ നാടുനീളെ പ്രസംഗിച്ചതായ ഒരു സന്ദർഭമുണ്ടായിരുന്നു 1989 കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് അതേ മനുഷ്യൻ പറയുന്നു എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സംഘടനയാണ് എന്ന്. ഇതിന്റെ വിരോധാഭാസം നമുക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെ സംഘടനയുടെയും മുമ്പിൽ സുന്നി എന്നുള്ള വാക്കുണ്ടാകും. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് മലക്കം മറിച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരിക്കലും നല്ല കാര്യത്തിന് വേണ്ടിയല്ല എന്ന് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഷർറുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലുകളിൽ ഇനി എന്തെല്ലാം ഫിത്നകൾ വരാനിരിക്കുന്നു എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല. ഈ ഒരു സംഘടനയുടെ കീഴിൽ ആരെങ്കിലും അണിനിരന്നുകൊണ്ട് മഹല്ലത്തടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാൽ മഹല്ല് രണ്ടാകും. പല മഹല്ലുകൾ ഇനിയും രണ്ടാകും, ഇനിയും ഭിന്നിപ്പുകൾ ഉണ്ടാകും, ഇനിയും സംഘടനകൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിൽ